ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ പൊരുതി വീണ് ഇന്ത്യ കരുത്തരായ ഓസ്ട്രേലിയയോട് 2 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. രണ്ടാം പകുതിയിലാണ് ഓസ്ട്രേലിയയുടെ 2 ഗോളുകളും പിറന്നത്. ഇന്നലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഖത്തറിന്റെ ജയം ആഘോഷമാക്കിയ ഇന്ത്യൻ ആരാധകർ ഏറെ ആഹ്ലാദത്തോടെയാണ് ഇന്ന് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലെത്തിയത്. ഇന്ത്യൻ പതാക പുതച്ചും പതാകയേന്തിയും താളവാദ്യങ്ങൾ മുഴക്കിയും രാവിലെ മുതൽ തന്നെ ഇന്ത്യൻ ആരാധകർ സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകി തുടങ്ങി. ഇന്ത്യ ഓസ്ട്രേലിയൻ മത്സരം ഖത്തർ സമയം ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് തുടങ്ങിയതെങ്കിലും 11 മണിക്ക് തന്നെ ഗേറ്റുകൾ തുറന്നിരുന്നു. മത്സരം തുടങ്ങിയതോടെ സ്റ്റേഡിയം ഇന്ത്യൻ ആരാധകരുടെ ആർപ്പുവിളിയിൽ മുങ്ങി. ആദ്യ പകുതിയിൽ പ്രതിരോധ തന്ത്രം പുറത്തെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ രണ്ടാം പകുതിയിൽ ഓസീസ് വല കുലുക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യൻ ആരാധകർ. എന്നാൽ 50-ാം മിനിറ്റിലും 72-ാം മിനിറ്റിലും ഇന്ത്യൻ ഗോൾ വല കുലുങ്ങിയതോടെ ഗാലറി നിശബ്ദമായി. ഗാലറിയിൽ ലഭിച്ച വലിയ തോതിലുള്ള പിന്തുണ ഗോൾ നേട്ടമാക്കാൻ കഴിയാതെ പോയതിൽ പലർക്കും നിരാശ. ആദ്യ പകുതി നല്ല ഉഷാറായിട്ട് കളിച്ചു, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒന്ന് തളർന്ന പോലെയാണ്. എങ്കിലും നല്ല കളി കളിച്ച് തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യ. എന്തായാലും അടുത്ത കളികളിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും. ഇന്ത്യ എന്തായാലും സെക്കൻഡ് റൗണ്ടിൽ വരും തന്നെയാണ് പ്രതീക്ഷ. I believe we really, it was in line of expectation. We managed to check the score to 0-2. It was a good beginning, and I believe next matches against Uzbekistan and Syria will do definitely good. And I am looking forward India to going to the round of pre-quarter final or round of 16. And possibly even to the quarter final. ഡിഫൻഡേഴ്സിൻ്റെ കൈകളിൽ മാത്രം കളി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. സൈലന്റ് ഇഞ്ചേർഡ് നന്നായി നമ്മൾ ഇന്ത്യനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സഹൽ അവിടെ കളിക്കാറുകയാണെങ്കിൽ ഒരുപക്ഷെ സഹലും സുനിൽ ഛേത്രിയും തമ്മിലുള്ള ഒരു കോംബോ, അല്ലെങ്കിൽ ആ പാസ് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അവരെ ഗോളിനെ പരീക്ഷിക്കാനെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടിയായിരുന്നു. ഇത് നമ്മളിന്ന് ഓസ്ട്രേലിയൻ്റെ ഗോളി ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടത്. തുടക്കത്തിൽ പ്രതിരോധത്തിലൂന്നി ശക്തമായ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ രണ്ടാം പകുതി ആയപ്പോഴേക്കും പിറകോട്ട് പോകുന്നതാണ് കണ്ടത്. അതേസമയം ഗാലറിയിൽ ഇന്ത്യക്ക് ലഭിച്ച പിന്തുണ അതിശക്തമായിരുന്നു. പക്ഷേ ഈ പിന്തുണ കളിക്കളത്തിൽ പ്രകടിപ്പിക്കാൻ ഇന്ത്യക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും അൻവർ പാലേരി, 24. നിയമലംഘകരെ കണ്ടെത്താൻ സൗദിയിൽ ശക്തമായ പരിശോധന. 18,000-ലേറെ നിയമലംഘകർ ഒരാഴ്ചക്കിടെ പിടിയിലായി. 10,000-ഓളം പേരെ നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 18,538 നിയമലംഘകരെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയിൽ പിടികൂടിയത്. സമീപകാലത്ത് പിടിയിലായ നിയമലംഘകരുടെ ഏറ്റവും വലിയ കണക്കാണിത്. പിടിയിലായവരിൽ 11,047 പേർ ഇഖാമ നിയമലംഘകരാണ്, അതായത് അനധികൃതമായി സൗദിയിൽ താമസിക്കുന്ന വിദേശികൾ. 4,299 അതിർത്തി സുരക്ഷാ ലംഘകരും 3,192 തൊഴിൽ നിയമലംഘകരും പിടിയിലായി. നിയമവിരുദ്ധമായി അയൽ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനിടെ 851 പേർ പിടിയിലായി. ഇതിൽ 40% യമനികളും 59% എത്യോപ്യക്കാരുമാണ്. നിയമവിരുദ്ധമായി സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച 55 പേരെയും അറസ്റ്റ് ചെയ്തു. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയ 6 പേർ പിടിയിലായി. നിലവിൽ 5,328 സ്ത്രീകൾ ഉൾപ്പെടെ 54,549 പേരാണ് നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 47,977 പേരെ സ്വദേശങ്ങളിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ഡിപ്പോർട്ടേഷൻ സെന്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1,892 പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. 9,927 വിദേശികളെ നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനമേളയ്ക്കും ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മേള ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ ആഗോള പ്രചരണം ലക്ഷ്യമാക്കിയാണ് ആയുഷ് മേള നടത്തുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയത്തിന് പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. ആയുഷ് മേഖലയിൽ നിന്നുള്ള ആരോഗ്യ പ്രദർശനങ്ങൾക്കായി 100-ലധികം സ്റ്റാളുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. Considering our rich heritage of traditional Ayush systems, we have actively promoted wellness tourism in a big way. As a result, we have seen a surge
in wellness tourism. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, കേന്ദ്ര ആയുഷ് മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ബിശ്വജിത് കുമാർ സിംഗ്, ദുബായ് ഹെൽത്ത് അതോറിറ്റി ഹെൽത്ത് റെഗുലേഷൻ സിഇഒ ഡോക്ടർ മർവാൻ അൽ മുല്ല, വിജ്ഞാൻ ഭാരതി പ്രസിഡന്റ് ഡോക്ടർ ശേഖർ സി മണ്ഡെ, ഡോക്ടർ സതീഷ് കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 50-ലധികം ചർച്ചകളും 300-ലധികം ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1300-ലേറെ പ്രതിനിധികൾ 3 ദിവസങ്ങളിൽ സമ്മേളനത്തിന്റെ ഭാഗമാകും. 24 ദുബായ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് അജ്മാനിൽ നിരോധനം. UAE പ്ലാസ്റ്റിക് ബാഗുകളിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപടി. എമിറേറ്റിലെ എല്ലാ ഷോപ്പിംഗ് സെന്ററുകളിലും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചതായി അജ്മാനിലെ മുനിസിപ്പാലിറ്റി ആൻഡ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റാണ് പ്രഖ്യാപിച്ചത്. ഈ മാസം തന്നെ നിരോധനം പ്രാബല്യത്തിൽ വരും. നാട്ടിലിരുന്നും സൗദിയിൽ നിക്ഷേപം നടത്താനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. ഓൺലൈനായോ മറ്റോ അപേക്ഷിച്ചാൽ നിക്ഷേപകർക്ക് സൗദിയിലെത്താനുള്ള വിസ നിക്ഷേപ മന്ത്രാലയം അനുവദിക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപകർക്ക് ഏറെ ഗുണകരമാണ് ഈ നിയമം. സൗദിയിൽ നിക്ഷേപം നടത്തുന്ന വിദേശികൾക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ നിക്ഷേപ മന്ത്രാലയം നൽകുന്നത്. സൗദിയിലേക്ക് വരാതെ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള സൗകര്യമുണ്ട്. കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷയും മറ്റു രേഖകളും ഓൺലൈൻ വഴിയോ സർവീസ് ഏജൻസികൾ വഴിയോ സമർപ്പിച്ചാൽ മതി. ഇങ്ങനെ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ തുടർ നടപടികൾക്കായി കമ്പനി പ്രതിനിധിക്ക് സൗദിയിലെത്താൻ മന്ത്രാലയം തന്നെ വിസ അനുവദിക്കും. ഇതുപയോഗിച്ച് സൗദിയിലെത്തിയാൽ താമസരേഖയായ ഇഖാമയും മറ്റു രേഖകളും ലഭിക്കും. വിദേശ നിക്ഷേപകർക്ക് ഏറെ അനുഗ്രഹമാണ് ഈ നിയമമെന്ന് എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി CMD നാസർ TN പുരം പറഞ്ഞു. സൗദിയിലെ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരാതെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ബിസിനസ് തുടങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട വിസ ഗവൺമെൻറ് തന്നെ തരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഇക്കാമ കാര്യങ്ങളും മറ്റുള്ള പേപ്പർ വർക്ക് എല്ലാം കൂടി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിക്ഷേപകരുൾപ്പെടെ 5 വിഭാഗങ്ങൾക്ക് സൗദിയിൽ പുതുതായി പ്രീമിയം ഇഖാമ അനുവദിക്കുന്ന പ്രഖ്യാപനം ഏതാനും ദിവസം മുമ്പാണ് വന്നത്. 7 മില്യൺ റിയാലിന്റെ നിക്ഷേപമുള്ളവർക്കാണ് ഇൻവെസ്റ്റർ പ്രീമിയം ഇഖാമ ലഭിക്കുക. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനമായ മാർ ബസേലിയോസ് മൂവ്മെന്റിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ബസേലിയോ സുവർണ പുരസ്കാരത്തിന് റവറൻ ഇമ്മാനുവേൽ ബെഞ്ചമിൻ ഗരീബ് അർഹനായി. കുവൈത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരത്തിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. കുവൈത്ത് ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഏക ക്രിസ്ത്യൻ പുരോഹിതനായ ഇമ്മാനുവേൽ ഗരീബ് 1999 ജനുവരിയിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. മഹാ ഇടവകയുടെ ജൂബിലി വേദ മഹാവിദ്യാലയത്തിന്റെ മുൻ ഹെഡ്മാസ്റ്റർ കുര്യൻ വർഗീസ്, മാത്യൂസ് വർഗീസ്, KS വർഗീസ് എന്നിവരായിരുന്നു ബസേലിയോ സുവർണ പുരസ്കാരത്തിന്റെ ജൂറി അംഗങ്ങളായി പ്രവർത്തിച്ചത്. സൗദിയിലെ ജിസാനിൽ ഇന്ത്യൻ ഹീറോസ് ക്ലബ്ബും മെമ്പേഴ്സ് മീറ്റും സാംസ്കാരിക പരിപാടിയും സംഘടിപ്പിച്ചു. ഷംസു പൂക്കോട്ടൂരിന്റെ അധ്യക്ഷതയിൽ ജിസാനിലെ കർബൂസിൽ ചേർന്ന യോഗം നാസർ ചേലമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മൻസൂർ നാലകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നഷീദ് അരീക്കോട്, ഷംസുദ്ദീൻ അബുലാൻ തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്തിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് കസ്റ്റംസ് 677 ഗ്രാം സ്വർണം പിടികൂടി. LED ബൾബുകൾക്ക് ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 28.80 ഗ്രാം സ്വർണവും 149.90 ഗ്രാം ഭാരമുള്ള സ്വർണമാലയും പിടിച്ചെടുത്തു. കോഴിക്കോട് പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ തട്ടി സമീപത്തെ ജ്വല്ലറിയിലേക്ക് ഇടിച്ചു കയറി. ജ്വല്ലറിയുടെ ഷട്ടറും ഗ്ലാസും തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ്? ഉണ്ടായത് പേരാമ്പ്രയിലാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർ നിയന്ത്രണം വിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. മറ്റൊരു കാറിൽ ഇടിച്ചാണ് തൊട്ടടുത്ത ജ്വല്ലറിയുടെ ഷട്ടറും ഗ്ലാസും തകർത്തത്. കാറിലുണ്ടായിരുന്ന ആളുകൾ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി ഈ കാർ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ആർക്കും പരിക്കില്ല. CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം. മറ്റൊരു കാറിൽ ഇടിച്ചതിന് ശേഷമാണ് ഈ ജ്വല്ലറിയിലേക്ക് ഈ കാർ ഇടിച്ചു കയറിയത്. ആ ആഘാതത്തിലാണ് ആദ്യം ഷട്ടറും പിന്നീട് ഗ്ലാസും തകർന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.
വാർത്തകളിലേക്ക് വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു കേന്ദ്രം. വിശദമായ അന്വേഷണത്തിന് 3-അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചു. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം. മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണമെന്നാണ് ഉത്തരവിലുള്ളത്. ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. KSIDC മറുപടി പോലും നൽകിയില്ല എന്നും വെള്ളിയാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ ഉണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയൻ തന്നെയാണെന്ന് പരാതിക്കാരനായ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, എനിക്കെന്തെങ്കിലും സംഭവിച്ചു, ഇതിന് പെറ്റീഷൻ കൊടുത്ത പലരും ആത്മഹത്യ ചെയ്തായി നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നേരത്തെ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ തന്നെ, എന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ തന്നെ ഈ കേസ് മുമ്പോട്ട് പോകാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, ROC പോണ്ടിച്ചേരിയിൽ നിന്നും A ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. 24 ഡൽഹി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം അവഗണിക്കാനുറച്ച് CPIM. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിലയിരുത്തലിലാണ് ഇന്ന് ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റി. CPIM BJP ധാരണ പ്രകാരമുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രിയായാലും മകളായാലും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് CPIMന്റെ തീരുമാനം. നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നീക്കം വ്യക്തിക്കെതിരെയല്ല, വിശാലമായ രാഷ്ട്രീയ നീക്കമാണെന്ന് CPIM വിലയിരുത്തുന്നു. സംസ്ഥാന കമ്മിറ്റിയിലാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് നേരത്തെ LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. ഇത് ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുൻപ് നിലയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന് സംശയമുണ്ടെന്നും പരിഹാസം. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പരിപാടിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ധാരണയിലേക്ക് CPIMഉം BJPയും പോവുകയാണ്. ഇരവാദമുയർത്തി രക്ഷപ്പെടാമെന്ന് CPIM കരുതേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. ഈ ഇരവാദമുയർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ധാരണ, ആ ധാരണ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ പോകും. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മകളാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് അവരും ഓർമ്മിക്കണം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ടു പോകുമെന്നതിൽ സംശയമുണ്ടെന്ന് K മുരളീധരൻ MPയും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രധാനമന്ത്രി നിർവഹിക്കുന്നതിൽ വിമർശനം ഘടിപ്പിച്ച് പുരി ശങ്കരാചാര്യർ. രാഷ്ട്രീയ നേതാക്കൾ ചെയ്യാൻ ഇത് പ്രതിമാ അനാച്ഛാദനമല്ലെന്നും വിഗ്രഹപ്രതിഷ്ഠയാണെന്നും നിശ്ചലാനന്ദ സരസ്വതി പ്രതികരിച്ചു. അയോധ്യയിലേത് BJPയുടെ രാഷ്ട്രീയ പ്രചാരണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് നിരസിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിലാണ് പുരി ശങ്കരാചാര്യർ എതിർപ്പുന്നയിക്കുന്നത്. വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് ആചാരവിധിപ്രകാരമെന്ന് പുരി ശങ്കരാചാര്യർ നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്നും ഓർമ്മപ്പെടുത്തൽ. की प्रतिष्ठा हो, पूजा आदि का प्रक्रम हो, इतनी सी बात है. इसमें कोई शंकराचार्य विज्ञान को प्राप्त नहीं है, मतभेद किसी में नहीं है. പുരി ശങ്കരാചാര്യന്മാരുടെ വിമർശനം കോൺഗ്രസ് ഏറ്റെടുത്തു. അയോധ്യയിൽ BJP നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇവരിപ്പം നടത്തുന്നത്, അയോധ്യയിൽ നടത്തുന്നത്, ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ലോഞ്ചാണ് 22-ാം തീയതി. അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലല്ലോ. പ്രതിഷ്ഠാ ചടങ്ങിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പങ്കെടുക്കില്ല.
കുടുംബവുമൊത്ത് പിന്നീട് രാമക്ഷേത്രം സന്ദർശിക്കുമെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കി. ഉത്തർപ്രദേശ് ബിജെപിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സമാജ്വാദി പാർട്ടിയെ ക്ഷണിച്ചത്. BSP നേതാവ് മായാവതിയെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് വിശ്വഹിന്ദു പരിഷത്ത് നേരത്തെ അറിയിച്ചു. 24 ഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ യോജിച്ചു നീങ്ങാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കും. ഓൺലൈനായിട്ടാണ് പങ്കെടുക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കാണ് യോഗത്തിലേക്ക് ക്ഷണമുള്ളത്. UDF ഘടകകക്ഷികൾ കൂടിയാലോചിച്ചാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ ഓൺലൈനായി പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം സഹകരിക്കുന്നില്ലെന്ന് നവകേരള സദസ് വേദികളിൽ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരും കാരണക്കാരാണെന്ന വാദം കോൺഗ്രസിനുണ്ട്. ഇക്കാര്യവും യോഗത്തിൽ ചർച്ചയായേക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് ചർച്ച. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നിശ്ചയിച്ചിട്ടുള്ള സമരവുമായി മുന്നോട്ടു പോകാനാണ് CPIM-ന്റെ തീരുമാനം. CPI-യുമായി ആലോചിച്ച് തീയതി പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്കീൽ നോട്ടീസ്. കോടതിയിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നിയമ നടപടി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാനഹാനി ഉണ്ടാക്കിയതിന് വാർത്താ സമ്മേളനം വിളിച്ചു മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യമുണ്ട്. നാളെ രാവിലെ 10:30 AKG സെന്ററിൽ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം. കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. MLA-മാരായ റോജി M. ജോൺ, അൻവർ സാദത്ത് എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ സിജോ ജോസഫാണ് 1-ാം പ്രതി. കൊച്ചിയിൽ പ്രവർത്തകർ എത്ര പ്രകോപിപ്പിച്ചിട്ടും പോലീസ് സംയമനം പാലിച്ചു. കല്ലും വടികളും വന്നു വീണിട്ടും പോലീസിന്റെ ചെറുത്തുനിൽപ്പ് ജലപീരങ്കിയിൽ ഒതുങ്ങി. കല്ലുകൊണ്ട് ജലപീരങ്കിയുടെ ബീക്കൺ ലൈറ്റ് പൊട്ടി. 5-ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. പാലക്കാട് SP ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. കണ്ണൂരിൽ വനിതാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് സംഘടനയുടെ തീരുമാനം. സംസ്ഥാന സർക്കാരിനെതിരെ RYF സൈക്കിൾ റൈഡ് സമരത്തിന് ആഹ്വാനം ചെയ്തു. വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ തുടർച്ചയായ സമരങ്ങൾ നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. പാലക്കാട്, തൃശൂർ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മല്ലികാർജ്ജുൻ ഖർഗെയെ ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷനാക്കാൻ ധാരണ. കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് കുമാർ വിസമ്മതം അറിയിച്ചതായി സൂചനയുണ്ട്. മമതാ ബാനർജിയും അഖിലേഷ് യാദവുമായി ആലോചിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. ഇന്ത്യ സഖ്യകക്ഷികളെ കോൺഗ്രസ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ അധ്യക്ഷനാക്കാനുള്ള ധാരണ. നിതീഷ് കുമാറിനെ കൺവീനറായി തീരുമാനിച്ചേക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ നിതീഷ് കുമാർ ഈ തീരുമാനത്തെ എതിർത്തു. പദവികൾ വേണ്ടെന്നും BJPക്കെതിരായ പോരാട്ടമാണ് പ്രധാനമെന്നും യോഗത്തിൽ നിതീഷ് പറഞ്ഞു. മമതാ ബാനർജിയുടെ അതൃപ്തി കണക്കിലെടുത്താണ് നിതീഷിന്റെ തീരുമാനമെന്നാണ് സൂചന. യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന മമതാ ബാനർജി, അഖിലേഷ് യാദവ് എന്നിവരുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും അധ്യക്ഷസ്ഥാനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം. നാളെ ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ക്ഷണിച്ചു. മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ഐക്യമില്ലെന്നും പ്രധാനമന്ത്രിയാകണമെന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കളെന്നും BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് വിമർശിച്ചു. 24 ഡൽഹി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ന് രാവിലെ 11 മണിക്ക് രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊങ്ജാം യുദ്ധസ്മാരകത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുക. कल 14 तारीख को तोबाल से भारत जोड़ो न्याय यात्रा की शुरुआत होने वाली है. राहुल जी 11 बजे आ रहे हैं इम्फाल और सीधा खोंगजोम युद्ध स्मारक जो एक ऐतिहासिक जगह है, जिसका उद्घाटन हमारे देश के राष्ट्रपति प्रणब मुखर्जी जी ने जब इबोवी सिंह जी मुख्यमंत्री थे उन्होंने किया था 2016 में.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള താൽപര്യം തുറന്നുപറഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ നിന്ന് ഇത്തവണ BJPക്ക് MP ഉണ്ടാവുമെന്നും വി മുരളീധരൻ 24-നോട് വ്യക്തമാക്കി. സിൽവർ ലൈൻ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ സംരക്ഷിച്ചത് CPIM ആണെന്നും 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലമാണ് താൽപര്യമെന്ന് 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുറന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലം ആറ്റിങ്ങലാണ്. പക്ഷേ അവസാനത്തെ തീരുമാനം പാർട്ടിയുടേതാണ്. താങ്കൾ സജ്ജമായി കഴിഞ്ഞു? ഞാൻ സജ്ജമാണ്. കേരളത്തിൽ നിന്ന് BJPക്ക് ഇത്തവണ MP ഉണ്ടാകും. വിജയം ഉറപ്പിക്കാനാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കില്ലെന്ന് 100% ഉറപ്പാണ്. റെയിൽവേ മന്ത്രിയുമായിട്ട് റെയിൽവേ വകുപ്പിലെ പ്രധാനപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇത് നടക്കില്ല. അതായത് കേന്ദ്ര അനുമതി കിട്ടില്ല. താങ്കൾ തീർത്തു പറയുകയാണ്? 100%. സിൽവർ ലൈൻ കേരളത്തിൽ വരില്ല. ആവശ്യമില്ല. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ ഒളിപ്പിച്ചത് CPIMന്റെ അറിവോടെയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തന മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാളെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെ. ആ പാർട്ടി ഗ്രാമത്തിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരാൾ 13 വർഷം താമസിച്ചിട്ട് അവരൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അയോധ്യ വിഷയത്തിൽ ലീഗും സമസ്തയും കോൺഗ്രസിനെ പേടിപ്പിച്ചെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. സമസ്തയും ലീഗും പക്വമായ നിലപാടാണ് സ്വീകരിച്ചതെന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ സയ്യദ് ജഫ്രി തങ്ങളൊക്കെ എടുത്ത തീരുമാനം. കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത്, ഒരു പോറൽ പോലും കേരളത്തിന്റെ ശരീരത്തിന് ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരത് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് 24. പാർട്ടി പറഞ്ഞാൽ കോട്ടയത്ത് മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്. മുമ്പ് മത്സരിച്ചതിനാൽ മണ്ഡലം തനിക്ക് പരിചിതമാണ്. സ്ഥാനാർത്ഥിയുടെ പ്രായമല്ല വിജയസാധ്യതയാണ് നോക്കുന്നതെന്നും PC തോമസ് 24-നോട് പറഞ്ഞു. UDF സീറ്റ് വിഭജനത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ പല നേതാക്കളും സ്ഥാനാർത്ഥിയാകാനുള്ള താൽപര്യവുമായി രംഗത്തുണ്ട്. PC തോമസ് തന്നെയാണ് ആദ്യം അവകാശവാദം ഉന്നയിച്ചത്. മുൻപ് മത്സരിച്ചിട്ടുള്ളതിനാൽ കോട്ടയം മണ്ഡലം തനിക്ക് പരിചിതമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും PC തോമസ്. 7 സീറ്റ് മതി ഒരു പാർലമെന്റ് മണ്ഡലത്തിന്. അപ്പോൾ 10 സീറ്റ് മത്സരിച്ച ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ന്യായമായിട്ടും കേരള കോൺഗ്രസിന് ഒരു അർഹതപ്പെട്ട ഒരു സീറ്റാണ്. പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിച്ച് പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടി പറയുന്നത് കേൾക്കുന്ന ഒരാളാണല്ലോ പാർട്ടിക്കാരൻ. ഞാൻ അങ്ങനെ ഒരാളാണ്. സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത മാത്രമാണ് പാർട്ടി പരിഗണിക്കുന്നത്, അല്ലാതെ മുതിർന്നയാളാണോ ചെറുപ്പക്കാരനാണോ എന്നല്ലെന്നും PC തോമസ് പറഞ്ഞു. ഒരു സീറ്റ് എന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് UDFൽ ഉന്നയിച്ചിരിക്കുന്നത്. കോട്ടയം തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PC തോമസ് പറഞ്ഞു. 24 കൊച്ചി. ശബരിമല മകരവിളക്കിന് ഇനി 2 നാൾ മാത്രം. മകരജ്യോതി ദർശനത്തിനായി 2 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. ഇന്ന് വൈകുന്നേരം നടന്ന പ്രസാദ ശുദ്ധിക്രിയകളോടെയാണ് ശബരിമലയിൽ മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായത്. നാളെ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകൾ നടക്കും. മകരവിളക്കിന് മുന്നോടിയായി 10,000-ങ്ങളാണ് സന്നിധാനത്ത് പർണശാലകൾ കെട്ടി തമ്പടിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. മകരജ്യോതി ദർശനത്തിനായി ഒരുക്കിയ 10 വ്യൂ പോയിന്റുകളിൽ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള സംഘം പന്തളം കൊട്ടാരത്തിൽ നിന്ന് യാത്ര തിരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ദർശനത്തിന് വെച്ച ശേഷം അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിച്ചു. 15-ന് രാവിലെ കാനനപാതയിൽ പ്രവേശിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് പാണ്ടിത്താവളം വഴി സന്നിധാനത്തെത്തും. 24 സന്നിധാനം. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്.